ഇന്ന് ഒരു ഫിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കൂ, ആദ്യം ഒരു സ്ക്വയർ ഷീറ്റ് പേപ്പർ എടുക്കുക. ഇതുപോലെ മടക്കിയെടുക്കുക. ഇതൊരു റെക്റ്റാങ്കിളുള്ള പേപ്പറാണെങ്കിൽ അതിന് സ്ക്വയർ ആക്കാനായിട്ടാണ് ഇതേപോലെ മടക്കിയിട്ട് കട്ട് ചെയ്ത് കളയേണ്ടത്. ഇപ്പോൾ സ്ക്വയർ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഒരു സീക്രട്ട് ഉണ്ട്. ഇതിൽ ഞാനൊരു പീസ് റെഡ് കളർ പേപ്പർ ഒട്ടിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പകുതി ഭാഗത്ത് ഞാനിത് റെഡ് കളർ പേപ്പർ ഒട്ടിക്കും. പകുതി ഭാഗത്ത് റെഡ് കളർ പേപ്പർ ഒട്ടിക്കുകയാണ്. അതിനായിട്ട് കുറച്ച് ഇതേപോലെ വച്ചിട്ട് ഈ സ്ക്വയർ പേപ്പറിൻ്റെ പകുതിയോളം വരുന്നൊരു പേപ്പർ നമുക്ക് ഈ റെഡ് കളറിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് ആ സൈഡും അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം റെഡ് കളർ പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്യാം. ഇത് ഗം വെച്ച് ഫെവിക്കോൾ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കൊച്ചു കുട്ടികളൊക്കെ ഫെവിക്കോൾ എടുക്കുമ്പോൾ നല്ല സോപ്പിട്ടൊക്കെ കൈ നന്നായി കഴുകിക്കോളണം. ഇത് പോയ്സണൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് നന്നായി കൈ കഴുകിക്കോളണം. അല്ലെങ്കിൽ നമ്മൾ ബഡ്സ് ഒക്കെ വെച്ച് വേണമെങ്കിൽ നമ്മൾ അതിനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, കൈ ഉപയോഗിക്കാതെ തന്നെ. ഇങ്ങനൊരു പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ 4ആയിട്ട് മടക്കണം. ഇതിങ്ങനെ 4ആയിട്ട് മടക്കണം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നല്ലപോലെ ചേർത്ത് മടക്കി കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ നേരെ ഇങ്ങനെ കുറുകെ ഇങ്ങനെ മടക്കിയെടുക്കും. കുറുകെ ഇങ്ങനെ മടക്കിയെടുക്കണം. അടുത്ത് ഈ ഭാഗവും ഇങ്ങനെ മടക്കി കൊടുക്കണം. 4 സൈഡും മടക്കിയിട്ടുണ്ട്. 4 സൈഡും മടക്കി, പിന്നെ നമ്മൾ നടുക്കും മടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തിരിച്ചെടുക്കാം. തിരിച്ചൊന്നുകൂടെ മടക്കണം. ഇങ്ങനെ തിരിച്ച് മടക്കി കൊടുക്കാം. വീണ്ടും ഈ സൈഡ് മടക്കി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് ഈ ഭാഗം ഇങ്ങനെ വീതിക്ക് വരുന്ന ഭാഗം മാത്രം, ഇവിടെ നമ്മളെടുത്ത കോർത്ത ഭാഗം വരും. പക്ഷേ ഈ വീതിക്കുള്ള ഭാഗം വരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എടുക്കണം. ബാക്കി 2 ഭാഗവും അകത്തോട്ട് മടക്കി കൊടുക്കാം. അകത്തോട്ട് മടക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഇതിങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ സൈഡും യെല്ലോ ആണ്. നമുക്ക് യെല്ലോ ആണ് ഫിഷിന് കളർ വേണമെങ്കിൽ യെല്ലോ എടുക്കാം. റെഡാണ് കളർ വേണമെങ്കിൽ റെഡ് എടുക്കാം. ഇപ്പോൾ ഇത് വാലിനാണ് ഞാൻ കൊടുക്കുന്നത്. വാലിൻ്റെ ഭാഗം വരാൻ വേണ്ടിയാണ് ഈ കളർ കൊടുക്കുന്നത്. അടുത്ത് ഈ കളറ് വാലിൻ്റെ ഭാഗം വരുന്നു. കണ്ടോ? അപ്പം വാല് പ്രത്യേക ഒരു കളറായി. അടുത്തിനി നമുക്കതിന് കണ്ണ് വരച്ചു കൊടുക്കാം. പേപ്പർ വെച്ച് ഒട്ടിച്ചാലും കുഴപ്പമില്ല. നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫിഷ് കയ്യിൽ നിൽക്കില്ല, ഓടിക്കളയുന്നു. അടുത്ത് നമുക്ക് ഈ ലോട്ടസാണ് ഉണ്ടാക്കുന്നത്. അടുത്തതായി ഈ ലോട്ടസ് ഉണ്ടാക്കാനാണ്, താമരപ്പൂ ഉണ്ടാക്കാനാണ്. അതിനായി ഞാൻ ഈ കളർ പേപ്പറാണ് എടുക്കുന്നത്. അതിന് ഇതുപോലെ മടക്കിയെടുക്കണം. നേരെ A4 ഷീറ്റ് പേപ്പറിൻ്റെ പകുതി ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. പകുതി ഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇതിൽ തന്നെ നമുക്കൊരു മൂന്ന് ഇതൾ കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗം ജോയിൻ ആയിട്ടുള്ള ഭാഗം വേണം. ഇങ്ങനെ വെച്ചിട്ട് 3 വശത്ത് ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇനി ഇതിനെ വരച്ചു കൊടുക്കാം. പെൻസിൽ വെച്ച് വേണം വരച്ചു കൊടുക്കാൻ. ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ നന്നായിട്ട് മടക്കിയിട്ട് വരച്ചാലും മതി. താഴെ വരുമ്പോൾ ഒന്ന് ഒതുക്കി വരച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മളിവിടെ 3 ഷീറ്റ് പേപ്പർ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. 3 6 ഇതളുകൾ കിട്ടും. ഇനി ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. താഴ്വശം മാത്രം ഒന്ന് ഒതുക്കി, ബാക്കിയെല്ലാം ഒന്ന് വീതിക്ക് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ ഇതള കിട്ടും. കുറച്ച് ഇതളൂടെ വേണം. നമ്മൾ 2 ഇതളൂടെ എടുക്കുകയാണ്. ഒന്ന് വീതിക്ക് തന്നെ എടുക്കുകയാണ്. ഇതിനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഒരു കഷ്ണം പേപ്പർ വെച്ചിട്ട്
ഇതിനെ ഒന്ന് പൊതിയണം. ഇതിങ്ങനെ ഒരു ചെറിയൊരു ഷീറ്റ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞെടുത്തുനിന്ന് ഇങ്ങനെ അത് ഇരിക്കട്ടെ. അതിന് കുറച്ച് ഗമ്മ് തേച്ച് കൊടുക്കാം. അത് ഒട്ടിയിരിക്കണം. എന്നിട്ട് ഗമ്മ് ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇത് ഒട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ ഒതുക്കിയിട്ട് ഇതിൻ്റെ പുറത്തൂടെ വേണം അടുത്ത് ഗം തേക്കാൻ. എങ്കിലേ അത് പൊതിഞ്ഞ് വയ്ക്കാൻ പറ്റുള്ളൂ. പൊതിഞ്ഞിരിക്കണം. ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് തേച്ച് പിടിപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഇതൊന്ന് തീരെ ഒട്ടിപ്പോകാൻ പാടില്ല. ഒരു ഇതള പോലെ ഒരു ബഡ് പോലെ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഈ സൈഡും ഇങ്ങനെ അല്പം നേരം ഒന്ന് പിടിച്ചിരുന്നാൽ മതി, അത് ഒട്ടിക്കോളും. അടുത്തതായിട്ട് വേറൊരു ഷീറ്റ് പേപ്പർ എടുത്ത് വേറൊരു ഇതളെടുക്കുകയാണ്. ആ ഇതളിനും നമ്മൾ മുകളിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അതിന് ഈ സൈഡ് നമ്മൾ ഈ ഭാഗം പൊതിയുന്ന രീതിയിൽ ഈ ഭാഗം പൊതിയുന്ന രീതിയിൽ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരു ബഡ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും ബാക്കിയുള്ള ഇതളുകളും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അത് നല്ലപോലെ ഒട്ടണമെന്നില്ല. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് താമരയുടെ ഒരു ബഡ് പോലെ ആയിട്ടുണ്ട്. നമുക്കിനി അതിനൊരു താമര ഇലയിൽ ഒട്ടിച്ചു കൊടുക്കണം. താമര ഇല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിനെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് പൊതിഞ്ഞ് പിടിച്ച് തന്നാൽ മതി. അപ്പോൾ എല്ലാം ഒന്ന് ഒട്ടിക്കും. ഫിഷും ലോട്ടസും ഉണ്ടാക്കിയിട്ടുണ്ട്.